Good morning, friends. Have a fantastic, positive day. It's me, Simon, YouTube channel. Simon Varghese Facebook and Simon Varghese Instagram welcomes you. And also, I am publishing some reels. Kindly welcomed all of us. Friends, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം അന്നൊരു വളരെയധികം ആളുകൾ ആവശ്യപ്പെട്ടിട്ട് ചെയ്തൊരു വിഷയം പൂർത്തിയാക്കാൻ പറ്റിയില്ല. അത് ഒരു കോള് വന്നതിനിടെ കയറിയത് കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ ചെയ്യുക. ചെറിയ അതായത് കുട്ടികളെ സംബന്ധിച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, സമകാലീനമായി ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഗ്രാൻഡ് പാ ഒരു വടിയൊക്കെ ആയിട്ടായിരിക്കും. ഞാൻ എന്താ അത് പിള്ളേരുടെ ശല്യം കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി, വടിയൊക്കെ മേടിച്ച് കളഞ്ഞു, പിന്നെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഈ നമ്മളെങ്ങനെയാണ് ഈ ബ്രോയിലർ കോഴിയെ വളർത്തുന്നുണ്ടോ? ഇല്ല, അതിനെങ്ങനെ കൂട്ടിലിട്ട് സാധാരണ കോഴിയെ പോലെ തന്നെ വളർത്തുന്നത്. പക്ഷേ ചെയ്യുന്നതെന്നു വെച്ചാൽ ലൈറ്റ് ഇട്ട് കൊടുത്തിരിക്കുക, എന്നിട്ട് ഫുഡും കൊടുക്കുക. അപ്പോൾ 24 മണിക്കൂർ അതുങ്ങൾ ഭക്ഷണം കഴിക്കും, 24 മണിക്കൂർ അദ്ദേഹം ഒരു വെള്ളം കുടിക്കും, വിത്തൗട്ട് ടേക്കിംഗ് എനി റെസ്റ്റ്. എന്ത് പറ്റും? 1 മാസം 2 മാസം കൊണ്ട് അവർ വണ്ണം വെക്കും, തടി വെക്കും, കർഷകന് കാശും കിട്ടും, അല്ലേ? അത് അവരുടെ രീതി. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നമ്മളെ കുട്ടികളെ അങ്ങനെ വളർത്തിയാൽ മതിയോ? ബുദ്ധിയും ശക്തിയും വിവേകവും വിനയവും സ്മാർട്ട്നെസ്സും ഉള്ള അടിപൊളി കുട്ടികളാക്കി നമുക്ക് അവരെ വളർത്തണ്ടേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ അതിനുവേണ്ടിയല്ലേ നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത്. അപ്പം ചെയ്യാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. കുഞ്ഞുങ്ങളെ അവരുടെ സ്വന്തം ബുദ്ധിക്ക് ഇച്ഛയ്ക്കും കുറേ നേരം വിട്ടുകൊടുക്കുക. ഞാനീ പറയുന്നത് പഠിക്കുന്ന കാര്യങ്ങളിലോ സ്കൂളിൽ വിടുന്ന കാര്യത്തിലോ അല്ല, മറിച്ച് അവരുടെ ലിഷർ ടൈമിൽ അവരൊന്ന് ഓടിച്ചാടി കളിച്ചു, ഉടനെ ഇരിയുടെ അവിടെ കസേര കയറി ചാടിയ ഇരിയുടെ അവിടെ കസേര വീഴും, മറിഞ്ഞു വീഴും, ശരിയാണ്. പക്ഷേ അവരുടെ മെറ്റബോളിസം ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടിക്കാലത്ത് അവർ വീണ അവർക്കൊരു കുഴപ്പമില്ല. കൈ ഒടിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് കരിഞ്ഞ് പൊക്കോളും. ഈ കുട്ടിക്കാലത്തല്ലേ അവർക്ക് വീഴാൻ പറ്റുള്ളൂ. അത് കാര്യം വെച്ചാൽ അവരുടെ ബുദ്ധിയും ശക്തിയും വിനിയോഗിച്ച് ഓരോന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ അച്ചടക്കത്തിൻ്റെ വാളുമായിട്ട് കുഞ്ഞുങ്ങളുടെ നേരെ ചെല്ലുന്നത്. അപ്പോൾ ആ കുട്ടികൾ ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോകും. രണ്ടാമത് അവരൊന്നിനും ശ്രമിക്കുകയില്ല. ഒരു വിഷയമുണ്ടായി, തൻ്റെ പെങ്ങളെ അല്ലേ അമ്മേ ഒരു കൂട്ടർ കളിയാക്കുന്ന കണ്ടാൽ പോലും അവൻ ഓടി അച്ഛാന്നും പറഞ്ഞ് അപ്പം അച്ഛനെ വിളിക്കാൻ പോകും. ആരടാ ഓടറാന്ന് പറയാനുള്ള തൻ്റെ അവനില്ല, അതിന് നമ്മൾ കൊടുത്തില്ല. അത് എന്തിനും നിയന്ത്രണം വരാൻ പാടില്ല. അവനെ സ്മാർട്ടാക്കണം. നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ ചമ്മുന്നതാണ്. കാരണം അവരുടെ വീട്ടിലെ കർശനമായ നിയന്ത്രണം കൊണ്ടാണ്. അത്രയും നിയന്ത്രിക്കരുത്. അവർ കളിക്കട്ടെ, പഠിക്കട്ടെ, ചാടട്ടെ, ഓടട്ടെ. ഇനി ഞാൻ ഉദാഹരണം പറയാം. ഒരു ഫ്ലാറ്റിൽ പോയപ്പോൾ എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ഓടിക്കളിക്കുക. അപ്പം ആ കൂടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഓടുമ്പോൾ അതിൻ്റെ അമ്മ പുറകെ ഓടുക. കുറേ നേരമായപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ മാഡം ഇങ്ങനെ ഓടുന്നത് ചോദിച്ചു. കുട്ടി വീഴട്ടെ, കുട്ടി വീണവനൊന്നും പറ്റിയല്ല. അവൻ്റെ ബോഡി സ്ട്രക്ചർ അങ്ങനെയാണ്. ചൈൽഡ്ഹുഡിൽ ഇവൻ തലകുത്തി വീണാൽ പോലും ഒന്നും പറ്റിയല്ല. അവന് അത് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് മെറ്റബോളിസത്തിന് അതിനുള്ള സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് അവന് ഓടട്ടെ. ഓ അങ്ങനെയാണോ സാറേ? അതെ അങ്ങനെയാണ്. അവരത് കഴിഞ്ഞ് അടങ്ങിയിരുന്ന് എന്നോട് ഇതിനെ വർത്താനം പറഞ്ഞ് കൊച്ചുങ്ങൾ ഓടി കളിച്ചു. അതായത് ഒരു ചെറിയ കളിക്ക് പോലും നിയന്ത്രണം വെക്കുക. പിന്നെ പഠിക്കാനായിട്ട് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അവർക്കൊരു കാപ്പിയൊക്കെ കൊടുത്തു, റെസ്റ്റ് എടുത്തു. അവർ കളിക്കാൻ പോകുന്ന സമയം 5:30 ആണെങ്കിൽ 4:30 ആയുള്ളെങ്കിൽ അരമണിക്കൂർ സ്കൂളിലെ ബുക്കൊക്കെ എടുത്ത് നോക്കാൻ പറയണം. അതായത് ഫസ്റ്റ് പീരീഡ് തൊട്ട് എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഉള്ള ഗുണം എന്നാണെന്നറിയോ? ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ്,
അപ്പോൾ ആ ഇംഗ്ലീഷ് ടീച്ചർ എന്താ പഠിപ്പിച്ചത്? അവൻ ആ ലെസണല്ലേ ഹോംവർക്ക് ഉണ്ടോ? ഉണ്ട്, കൂടെ ഇരിക്കണ്ട, പറഞ്ഞാൽ മതി, ഉണ്ട്. അപ്പോൾ അവർ അതെടുത്ത് മാറ്റി വെക്കും. അടുത്ത് അങ്ങനെ 7 പീരീഡ് അങ്ങ് കഴിയും. പിന്നെ ഹോംവർക്ക് ചെയ്യും. അപ്പോഴത്തേക്ക് അവന് കളിക്കാൻ പോകുന്ന സമയം 5 to 6:30 കളിക്കാൻ വിടണം. കളിക്കുമ്പോൾ അവൻ്റെ ബുദ്ധി ഉണരും, മസിൽസ് എക്സ്പാൻഡ് ചെയ്യും, അവൻ്റെ ശരീരം നല്ല സ്ട്രോങ് ആവും, കളിക്കാൻ വിടണം. അതിന് ശേഷമാണ് തിരിച്ചു വന്ന് ബാക്കി കാര്യങ്ങൾ. ബാക്കിയൊക്കെ നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന അരമണിക്കൂർ കൂടുതൽ നീണ്ടു പോകരുത് പ്രാർത്ഥന ഒരു കാരണവശാലും. കുഞ്ഞുങ്ങൾ അത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ കുട്ടികളുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അരമണിക്കൂർ കൂടാൻ പാടില്ല. അതിൽ കുറയ്ക്കാനാണ് നോക്കേണ്ടത്. കാരണം അവർക്ക് ആക്ച്വലി അവർ തന്നെ അതൊന്നും അറിയാതെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവർ പയ്യെ പഠിക്കട്ടെ, കുഞ്ഞിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ പഠിച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞാൽ പ്രാർത്ഥന, അത് കഴിഞ്ഞ് ഭക്ഷണം, പിന്നെ പുസ്തകം എടുത്ത് ഒന്നുകൂടെ എക്സാമൊക്കെ ഉണ്ട് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യും. വാശി പിടിക്കേണ്ട, അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റെഫർ ചെയ്ത് ഒരു പാട്ടുമൊക്കെ പാടി ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് വിടുക. അപ്പം പാഠഭാഗങ്ങൾ മാത്രമല്ല പഠിക്കേണ്ടത്. അവർക്ക് നല്ല ഹിസ്റ്റോറിക്കൽ ബുക്സൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കുക. ചെറുപ്പത്തിലെ കൊടുത്തു തുടങ്ങിയ ഇപ്പോൾ നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഹിസ്റ്ററിയൊക്കെ ഇരുന്ന് വായിക്കുന്നതാണ്. ഹിസ്റ്ററി, ബൈബിൾ സ്റ്റോറീസിന് വലിയ ബുക്കുകളൊക്കെ ഇരുന്ന് വായിക്കും. സ്വയം അതിനുള്ള പ്രാപ്തി അവർക്ക് എത്തിച്ചു. ചെറുപ്പത്തിൽ തന്നെ അവരെ അതിനുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടിയും പുസ്തകം മാത്രം പഠിക്കുന്ന കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അതിന് വായിക്കാൻ പ്രേരിപ്പിക്കണം. എല്ലാം മലയാളം ബുക്ക് വേണമെന്നില്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കണം, മലയാളവും മേടിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ കൂടുതൽ മലയാളം പഠിച്ച് ഇവിടത്തേക്ക് മലയാളം വേണം തീർച്ചയായിട്ടും, അതോടൊപ്പം മറ്റു ഭാഷകളും വേണം. മിനിമം ഒരു 5 ഭാഷയിലും പഠിപ്പിക്കണം. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ചൈനീസ് ഓർ ജാപ്പനീസ് അല്ലെങ്കിൽ ഫ്രഞ്ച്, ജർമ്മൻ ഒക്കെ പഠിപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിലെ ഇതെല്ലാം അങ്ങ് പഠിച്ച് പൊക്കോളും. അവർ ആ ബുക്കുകളൊക്കെ കൊറിയൻ സിനിമയൊക്കെ ഒത്തിരി പിള്ളേർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ കൊറിയൻ സിനിമകൾ, കൊറിയൻ ഭാഷ പഠിപ്പിക്കണം. ഇങ്ങനെ അതായത് ഭാഷ പഠിക്കുന്ന ഒരു എന്നാ പറയുക, ഒരു പാഷനാക്കി മാറ്റണം. നമുക്കറിയാം നമ്മുടെ നരസിംഹറാവു 26 ഭാഷ അനായാസേന സംസാരിക്കുന്ന ആളായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു. അദ്ദേഹത്തെപ്പറ്റി ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം പള്ളി പൊളിച്ച കാലമൊക്കെ പുള്ളിയുടെ കാലത്താണ്. അതൊക്കെ എന്തോന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഏത് രാജ്യത്ത് ചെന്നാലും ആ ഭാഷയെ സംസാരിക്കുമായിരുന്നു. നമ്മുടെ കുട്ടികളെയും ഈ ചെറുപ്രായത്തിൽ ഭാഷകൾ പഠിപ്പിച്ചാൽ നിങ്ങൾ നോക്കിയോ 1, 2, 3 എന്ന് പറഞ്ഞാൽ അവർ പഠിച്ച് കയറിപ്പോകും. ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പുസ്തകങ്ങൾ വായിച്ച് അവന് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതിനുള്ള ശ്രമം നടത്തണം. ഈ ട്യൂഷനൊന്നും പറഞ്ഞ് വിടേണ്ട ആവശ്യമില്ല. നിങ്ങൾ വലിയ പഠിത്തം ഇല്ലാത്ത ആളാണെങ്കിലും ട്യൂഷൻ്റെ ആവശ്യമില്ല. കുട്ടികൾ സ്കൂളിൽ പഠിച്ചാൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മതി. അങ്ങനെയാണ് ഇങ്ങനെയാണ്. സ്കൂളിങ്ങുമായിട്ട് വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്കൂളിങ് വിടരുത്. സ്കൂളിങ്ങിന് വന്ന ക്ലാസ്സിൽ അന്ന് ടീച്ചറിൻ്റെ പേരെന്താ? ഞാൻ എൻ്റെ കൊച്ചുമക്കളോട് ആദ്യത്തെ 1-2 ആഴ്ച ചോദിക്കുന്നത്, പുതിയ ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ ടീച്ചറിൻ്റെ പേര് അറിയില്ല, 2ാം അറിയില്ല, 3-ാം ദിവസം ഇന്നയാളുടെ പേര്. ക്രമേണ അവരതങ്ങ് പഠിക്കും. മനസ്സിലായോ? അപ്പം നിങ്ങൾ ചോദിച്ചില്ല, ആരോടും അവർക്ക് ആവശ്യമില്ലല്ലോ. ഡിമാൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് സപ്ലൈ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഡിമാൻഡുണ്ട്. പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ചോദിക്കുകയാണ്, നിൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേരെന്താണ്, മാത്തമാറ്റിക്സ് ടീച്ചറിൻ്റെ പേരെന്താണ്, ടീച്ചർ എന്തെങ്കിലും ഇച്ചിരി ചോദിക്കാം, ടീച്ചർ എങ്ങനെയാണ് നിങ്ങളെ നന്നായിട്ട് പറഞ്ഞു തരുമോ, അപ്പോൾ ഒത്തിരി വാചാലനാകുമ്പോൾ അവൻ്റെ ആ ഒരു പ്രസംഗിക്കാനുള്ള കഴിവ് വളരുക. നിങ്ങളുടെ കുട്ടി എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. അവനിൽ ഒരു പ്രതിഭാശാലി ഉണർന്നു വരികയാണ്. അല്ലാതെ നമ്മളൊത്തിരി സംസാരിച്ച് അങ്ങനെയല്ല, അവരെ സംസാരിപ്പിക്കണം. ഓക്കെ. അപ്പം മാത്തമാറ്റിക്സ് ടീച്ചറിൻ്റെ പേര്, ടീച്ചർ സ്ഥിരമായിട്ട് ധരിക്കുന്ന വസ്ത്രം, സിസ്റ്റർ കുട്ടികളെപ്പറ്റി എന്തുണ്ട്, എത്ര കുട്ടികൾ അറിയാമോ, ഹസ്ബൻഡ് ജോലി എന്താ അറിയാമോ, ചുമ്മാ ചോദിക്കുക. അപ്പോൾ ഇവർ പിന്നെ ടീച്ചറായിട്ട് പറഞ്ഞു, ടീച്ചറിൻ്റെ ഹസ്ബൻഡ് എന്താ ജോലി ചോദിച്ചോളും. ടീച്ചറെ എത്ര കുട്ടികളുണ്ട് ടീച്ചറെ ചോദിച്ചോളും. എന്നിട്ട് നാളെ വീരനായിട്ട് നമ്മളോട് ഇത് പറയും. എന്താണെന്നറിയാം,
അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യിക്കാൻ വേണ്ടി. ഇനി ഈ പറയുന്ന ഓരോ കാര്യത്തിനും ഓരോ രഹസ്യമുണ്ട്, മനസ്സിലാക്കണം. അപ്പോൾ അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവൻ ക്രമേണ ഒരു പ്രതിഭാശാലിയായി മാറും. എല്ലാ കാര്യത്തിലും അവന് ശ്രദ്ധ വരും. എൻ്റെ അപ്പ അല്ലെ എൻ്റെ അമ്മ അല്ലെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് അതിങ്ങനെ ചോദിക്കും, അപ്പോൾ എനിക്കവിടെ മിടുക്കനാകണം, മനസ്സിലായോ? ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക. ആ ക്യൂരിയോസിറ്റിയാണ് അവനെ ജീവിതത്തിൽ വലിയ ആളാക്കുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ കുട്ടികളെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കൊച്ചുമക്കളെ കൊണ്ട് സ്കേറ്റിങ്ങിന് പോയി. അപ്പോൾ അവിടെ ഒരു 6 അടി ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ പുല്ല് വെച്ച് വെച്ചിരിക്കുന്നത് ഒരു ലാൻഡ്സ്കേപ്പാണ്. എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു, മോളെ ഒന്ന് ഇറങ്ങടി. അവൾ ഇറങ്ങി തിരിച്ചാൽ വീണു. നമ്മൾ കയറടി, പല പ്രാവശ്യം വെച്ച് കയറി. അപ്പം അതാ അഡ്വഞ്ചറസ് ആയിരിക്കണം ലൈഫ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം അവിടെ കുറേ പോളുണ്ട്, അതിലൊക്കെ തൂങ്ങി മങ്കി പോളെന്നൊക്കെ അവർ കാണിക്കുക തന്നെ. കാരണം കുഞ്ഞുങ്ങളെ വെറും ബ്രോയിലർ കുഞ്ഞുങ്ങളായിട്ട് വളർത്തരുത്. കുഞ്ഞുങ്ങൾ നല്ല സ്മാർട്ടായിരിക്കണം, എന്ത് വിഷയത്തിലും സ്മാർട്ടായിരിക്കണം. ഗുഡ് മോർണിംഗ് സാർ. ഓ, അപ്പം അങ്ങനെ വേണം വളർത്താൻ. അല്ലാതെ എന്തും നോ 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 അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെ ആയില്ല, അങ്ങനെ പറയരുത്. പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസിന് അത് ഇച്ചിരി ആവശ്യം. കാരണം അവർ 10, 60, 70 വയസ്സ് കഴിഞ്ഞവരാണ്, മോഡൽ താന്നവരാണ്. അവരുടെ തിങ്കിങ് ആൻഡ് തോട്ട്സ് അത്രയേ ഉള്ളൂ. കുട്ടികളുടെ അച്ഛനും അമ്മയെന്ന് പറയുമ്പോൾ അവർ 30, 35, 40 ആ മോഡലാണ്, 40 മോഡലാണ്. കുട്ടികളോ ബ്രാൻഡ് ന്യൂ മോഡലാണ്. അവരുടെ നോളജോ നമ്മളെക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു പുതിയ സാധനം മേടിക്കാൻ പോകുമ്പം നിങ്ങളുടെ 5, 6, 7 ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് അഭിപ്രായം ചോദിക്കണം. എടാ മോനെ, പപ്പ ഒരു കാറ് വാങ്ങിക്കാൻ പോകും, നമ്മുടെ കാറ് നെക്സ്റ്റ് നീ ഏതാണെന്ന് നോക്കി പറയടാ. മോളോട് ഇത് തന്നെ പറയാം, ഭാര്യയോടും പറയാം. ഇവരെല്ലാം ഓരോന്ന് കണ്ടുപിടിച്ചാൽ അത് വെച്ച് ചർച്ച ചെയ്ത് ഏറ്റവും ഡ്യൂറബിളായിട്ടുള്ള, ഏറ്റവും നമുക്ക് മൈലേജൊക്കെ കിട്ടുന്നതാണ് മൈലേജ്. ഓരോരുത്തർക്ക് ഓരോ വിഷനാണ്. പവറുള്ളതാണെങ്കിൽ പവർ, കോസ്റ്റാണെങ്കിൽ കോസ്റ്റ് എല്ലാം നോക്കി വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരു കുടുംബത്തിൻ്റെ വണ്ടിയാകും. ചിലർ സർപ്രൈസ് കൊടുക്കുന്ന വണ്ടി വിട്ട് വരുമ്പോഴേ പറയത്തുള്ളൂ. ഞങ്ങൾക്ക് ഭയങ്കര മണ്ടത്തരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആലോചിക്കാനും തിങ്കാനും അവൻ്റെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യാനും, എടാ എങ്ങനെയുണ്ടോ മാരുതിയുടെ ഇന്ന വണ്ടി എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരെല്ലാം കൂടി ഒരു സൈറ്റിൽ നോക്കും. എല്ലാവരുടെയും മൊബൈൽ ഫോണും ലാപ്പും ഒക്കെ ഉണ്ട്, അല്ലേ വീട്ടിലുണ്ട്. ഒരു നോക്കണം ഫോൺ ഇന്നത് ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ അതൊരു ഗ്രൂപ്പ് ഇവൻ്റായി. ഗുഡ് മോർണിംഗ്, എന്നാ ഉണ്ട്? രാവിലെ പോവാണോ? എവിടെ പോവാ? ആ, ഓൾ ദ ബെസ്റ്റ്. അപ്പം അങ്ങനെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യുകയാണ്, ക്യൂരിയോസിറ്റി ബിൽഡപ്പ് ചെയ്യുകയാണ്, അങ്ങനെ ഏത് കാര്യത്തിലും. അപ്പോൾ നിങ്ങൾ ആ വീടിൻ്റെ ഓട്ടോമാറ്റിക്കലി ആരായി മാറും? രാജാവായി മാറും. ഓരോ ഗൃഹനാഥനും ആ കുടുംബത്തിലെ രാജാവാണ്. ഗൃഹനാഥയോ രാജ്ഞിയാണ്. ഗ്രാൻഡ് പേരൻസോ ചക്രവർത്തിമാരാണ്. നിങ്ങളുടെ കുട്ടികളോ